എല്ലാവർക്കും നമസ്കാരം. ധ്യാനം എന്ന് പറയുന്നത് ഒരു ശക്തിയാണ്. ധ്യാനം തന്നെ സംഭവിക്കേണ്ട മാർഗമാണ്. നമ്മൾ കണ്ണുകൾ അടച്ചുകൊണ്ട് വെറുതെ നമ്മുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നതല്ല. നമ്മൾ വെറുതെ നമ്മുടെ കാതിലൂടെ കേൾക്കുന്ന ഒരു ശബ്ദധ്വനികളോ അല്ലെങ്കിൽ ഒരു മ്യൂസിക്കോ ഒന്നും റിലാക്സേഷനോ ഒന്നുമേ അല്ല. കണ്ണുകൾ അടച്ചിട്ട് പൂന്തോട്ടത്തിൽ പോവുക എന്ന് പറയുന്നതൊന്നുമല്ല ധ്യാനം. ധ്യാനം ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ തിരിച്ചറിവാണ് ദ ബ്ലിസ് ഓഫ് കോൺഷ്യസ് സ്റ്റേറ്റ്. ബ്രഹ്മം ആനന്ദമാണ്. ബ്രഹ്മം ജ്ഞാനമാണ്. ഇതാണ് ധ്യാനത്തിലൂടെ അർത്ഥമാക്കുന്നത്. ആ സ്റ്റേറ്റ് ഓഫ് നിർവാണ എന്ന് പറയുന്ന അവസ്ഥ, ബിയോണ്ട് ആ സെൽഫിൽ തിരിച്ചറിയുന്ന റിയലൈസേഷൻ പ്രോസസ്സ്. ശരീരത്തിനും മനസ്സിനും ഒരു പങ്കുമില്ല. ശരീരവും മനസ്സും നിശബ്ദമാണ്. ആ ശൂന്യ പ്രക്രിയയിലാണ് ധ്യാനം സംഭവിക്കുന്നത്. ധ്യാനശക്തി വരുത്തുവാനായിട്ടുള്ള ധ്യാനശക്തിയിലേക്കുള്ള മാർഗമാണ് നമ്മുടെ ഇവിടെയുള്ള ക്ഷേത്ര നിർമ്മാണങ്ങളെല്ലാം തന്നെ. നമുക്ക് ധ്യാനശക്തി കിട്ടുവാനും ധ്യാനം ധാരണ എന്ന് പറയുന്ന അവസ്ഥയിലൂടെ സമാധി, നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇതൊരു നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള എന്താണ് ഈ ആനന്ദത്തിൻ്റെ, നമ്മുടെ ജീവൻ്റെ അടിസ്ഥാനം എന്താണെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ആനന്ദവും ആ ജ്ഞാനവും മനസ്സിലാക്കുന്ന ഒരു സ്റ്റേറ്റ്. ആ സ്റ്റേറ്റിനെ നിർത്തിക്കൊണ്ട് ആ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള പരിശ്രമം, അഭ്യാസം. ആദ്യ ഘട്ടത്തിൽ ഒരാൾക്ക് രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് ക്ഷേത്ര സന്യാസത്തിലൂടെ അവരുടെ ഊർജത്തിനെ എന്ത് ചെയ്യാൻ പറ്റും, ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ഒരു ഗുരുദീക്ഷയിലൂടെ ക്ഷേത്ര സന്യാസ മാർഗം അവർക്ക് സാധിക്കാൻ പറ്റും. രണ്ടാമത്തെ തന്ത്ര രീതിയിൽ, തന്ത്രശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്ത്ര പരിശീലിച്ചുകൊണ്ട് സുഷ്മയിലുള്ള പ്രാണനെ ഇടാപിംഗള നാഡികളിലൂടെ സംഗമിച്ചുകൊണ്ട് ആജ്ഞാചക്രത്തിലേക്ക് എത്തും. സുഷ്മയിലുള്ള പ്രാണൻ മുകളിലോട്ട് ഉയരുമ്പം മാത്രമാണ് ഈ പരബ്രഹ്മത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇതൊരു പ്രകാശമാണ്, നമ്മളും ഒരു പ്രകാശമാണ്. നമ്മുടെ പ്രകാശം ഇപ്പോൾ ഇരുട്ടിലാണ്. ആ ഇരുട്ടിൽ നിന്നും നമ്മുടെ പ്രകാശത്തെ ആ പരമമായിരിക്കുന്ന ജ്യോതിയിലേക്ക് പ്രകാശിപ്പിക്കുമ്പോൾ നമ്മളും ആ ജ്യോതിമയമായി തീരും. ഞാൻ പറഞ്ഞ സ്റ്റേറ്റിൻ്റെ അവസ്ഥയിലെത്തും. ശരീരത്തിൻ്റെ അഭ്യാസം, ശരീരത്തിന് ഈ ബോഡിയെ കുണ്ടലിനി എന്ന് പറയുമ്പം, കുണ്ടലിനി റേസ് ചെയ്യുമ്പം, കുണ്ടലിനി ഉയർത്തുമ്പം എപ്പോഴും തന്നെ ഈ ശരീരം അതിനു വേണ്ടി പാകപ്പെട്ടിരിക്കണം, അല്ലെങ്കിൽ കൈവിട്ടു പോകും. കുണ്ടലിനി സാധനയാണ്, അത് പല രീതിയിലും കൈവിട്ടു പോകും. അതുകൊണ്ട് കുണ്ടലിനി സാധനയിൽ ഈ അഭ്യസിക്കുന്ന സമയത്ത് വളരെയേറെ ഒരു രീതിയിലാണ്. ഡിവൈൻ മദറിൻ്റെ ആവശ്യമുണ്ട്, ശ്രീയന്ത്രത്തിൻ്റെ ആവശ്യമുണ്ട്, മന്ത്രത്തിൻ്റെ ആവശ്യമുണ്ട്, ബന്ധനത്തിൻ്റെ ആവശ്യമുണ്ട്. പല രീതിയിലെ കുണ്ടലിനി ചൈതന്യത്തെ നമുക്ക് ഉയർത്താൻ പറ്റുള്ളൂ. ധ്യാനശക്തി കിട്ടണം നമുക്ക്. നമ്മൾ ഒരു തവണ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ മന്ത്രം, യന്ത്രം, തന്ത്രം ഒന്നും വേണ്ടി വരില്ല. യു ആർ എ സ്റ്റേറ്റ് ഓഫ് ആ ഒരു കോൺഷ്യസ് സ്റ്റേറ്റിലായിരിക്കും നിൽക്കുന്നത്. അതിന് പാകപ്പെടുത്തലുണ്ട്. ശരീരത്തിനെ പാകപ്പെടുത്തണം. ശരീരത്തിനെ ആ രീതിയിൽ നമ്മൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തി വെക്കണം. എന്നാൽ മാത്രം ആ ഊർജ്ജത്തെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമ്പം ഒരു ഉറച്ചൊരു നട്ടലുണ്ടെങ്കിൽ മാത്രമേ ഈ ഊർജ്ജത്തിനെ കടത്തിക്കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അത്രയേറെ തീവ്ര ഊർജ്ജം വരുമ്പം താങ്ങണമെന്നില്ല. പല ആൾക്കാരും നമ്മുടെ തന്നെ ഈവൻസിൽ നോക്കിയാൽ മതി, ദീക്ഷ പ്രോസസ്സിൻ്റെ ഇടയിൽ അവർ ദീക്ഷ സമയത്ത് അവരധികം നേരം അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ താഴേക്ക്, അവർ കുണ്ടലിനി ഉയരുന്ന സമയത്ത് ആ സ്റ്റേറ്റിൽ അവർ നിൽക്കുന്നുണ്ട്. പക്ഷേ ഏതാനും നിമിഷങ്ങൾ മാത്രമേ അവർക്ക് നിൽക്കാൻ പറ്റുന്നതിന് ശേഷം അവരുടെ ബോഡി കൈവിട്ടു പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അഭ്യസിപ്പിക്കുന്നത്. നമ്മൾ ആ ഒരു സ്റ്റേറ്റിനെ ഉറയ്ക്കാൻ വേണ്ടിയിട്ടും ആ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ, ആ ഒരു സ്റ്റേറ്റിൽ കൂടുതൽ സമയം അനുഭവിച്ചറിയാൻ, അതിലുണ്ടാകുന്ന ആ ഒരു രീതിയിൽ ധ്യാനശക്തി സദാസമയം പോകുവാനും ആ അഭ്യാസം വീണ്ടും തുടരുവാനായിട്ടുള്ള മാർഗത്തിനാണ് എല്ലാ രീതിയിലുള്ള പരിശ്രമം. എപ്പോഴും തന്നെ ഇതൊരു തത്വചിന്തയോ ഇതൊരു തരത്തിലെ ഒന്നും തന്നെ ഈശ്വരീയ സാക്ഷാത്കാരം എന്ന് പറയുന്നത് അത് പർട്ടിക്കുലറായിട്ടുള്ളൊരു നിമിത്തമാണ്, കൃപയാണ്. എല്ലാം തന്നെ കൃപയ്ക്ക് പ്രാധാന്യമുണ്ട്, നിമിത്തത്തിനും എല്ലാം പ്രാധാന്യമുണ്ട്. പക്ഷേ ഒരു വ്യക്തി അതിലേക്ക് കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ അതിനുള്ള മാർഗമാണ് തന്ത്ര എന്ന് പറയുന്നത്. തന്ത്ര എന്ന് പറയുന്നത് വളരെയേറെ മഹത്തായ ഒന്നാണ്. തന്ത്രയിലൂടെ ഒരു വ്യക്തിക്ക്
ഈശ്വരീയ സാക്ഷാത്കാരം, ഈ നിർവികൽപ്പ സമാധി എന്ന് പറയുന്ന അവസ്ഥയും ആർക്കും എത്തിച്ചേരാൻ സാധിക്കും. എന്ന് വെച്ചാൽ അവരുടെ അഭ്യാസം പോലാണ്. കർമ്മഫലത്യാഗ, കർമ്മത്തിനോടുണ്ടാവുന്ന കൂറ് പോലാണ് അതിനുള്ള ഫലവും നമുക്ക് കിട്ടുന്നത്. വെറുതെ ശിവ 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 എന്ന് വിളിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, അല്ലേ? അത് ശിവ ശിവ എന്ന് വിളിക്കുമ്പം അതിനെ അർത്ഥമാക്കുന്ന രീതിയിലുണ്ടാവുന്ന പരിശ്രമം എന്തിനെയാണ് നമ്മൾ വിളിക്കുന്നത്? ശിവ 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 ശിവ, വിശുദ്ധി അടിസ്ഥാനപ്പെടുത്തും നമ്മുടെ അനാഹത അതിനൊരു ബന്ധനമുണ്ട്. അതിനാ രീതിയിൽ ബന്ധനപ്പെടുത്തി പോയി കഴിഞ്ഞാൽ കാലക്രമേണ ശിവ എന്ന് സങ്കല്പിക്കാൻ തന്നെ നിങ്ങളുടെ വിശുദ്ധി വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങും. അതാണ് അതിൻ്റെ ക്രമീകരണം. അതിനൊരു ബന്ധനമുണ്ട്, അതിനൊരു യന്ത്രമുണ്ട്. ഇനിയിപ്പോൾ ഒരു യന്ത്രത്തെ നോക്കിയാലും നിങ്ങൾക്ക് ധ്യാനശക്തി കിട്ടും, ഒരു മന്ത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ധ്യാനശക്തി കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബ്രഹ്മമാകുന്ന ആ പദത്തിലേക്ക് ലയനം ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? ധ്യാനത്തിൽ മണിക്കൂറോളം ഇരിക്കാൻ പറ്റും. ആ കോൺഷ്യസിലാണ് ഓരോ വ്യക്തികളും മഹാസമാധി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നത്. ഓരോ ഗുരുക്കന്മാരും ആഗ്രഹിക്കുന്നത് എല്ലാവരെയും എൻലൈറ്റ്മെൻറ്റിലേക്ക്, ആ ജ്ഞാനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ജീവൻ അർത്ഥമാക്കുന്നത്, ജീവൻ ഇതാണ്, ജീവൻ ഈശ്വരീയ സാക്ഷാത്കാരത്തിനെയാണ് ലക്ഷ്യം വെക്കുന്നത്. ആ സ്റ്റേറ്റിൽ നിൽക്കണം. നമുക്കറിയാം എല്ലാവരും ഫ്യൂച്ചറാണ്, എല്ലാവർക്കും നമുക്കെല്ലാം ഭാവിയാണ്. ഇതെല്ലാം ഭാവിയിൽ നടക്കും നമ്മൾ, അല്ലെങ്കിൽ എല്ലാം തന്നെ നമുക്ക് പ്രസൻറ്റിലെല്ലാം തന്നെ വേണം. ഈ നിമിഷത്തിൽ നമുക്ക് കിട്ടണം. എയിൽ നിന്ന് തുടങ്ങാൻ എല്ലാവർക്കും മടിയാണ്, എല്ലാവർക്കും ഇസഡിൽ ചെന്ന് നിൽക്കണം. എന്നാലും എല്ലാം തന്നെ മനസ്സിലാക്കണം, കുണ്ടലിനി സാധന നിങ്ങൾ ഇസഡിലേക്ക് എത്തിക്കും. പക്ഷേ അത് ഈ ബോഡി നിങ്ങൾക്ക് ഇല്ലാവുന്നുണ്ടെന്നേ ഉള്ളൂ. ഈ ബോഡി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തിനെ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈ ശരീരം ഒന്നിനെ അറിയാതെ പോകുന്നൊരവസ്ഥ എത്തിച്ചേരും. അത് നല്ലതാണ്, പക്ഷേ അങ്ങനല്ല. സെൽഫ് സ്റ്റഡിയിങ്ങിലൂടെ, സെൽഫ് റിയലൈസേഷനിലൂടെ അദ്വൈത ഉപനിഷത്തും ബ്രഹ്മസൂത്രവും എല്ലാം അർത്ഥമാക്കിയിരിക്കുന്ന നമ്മുടെ യോഗി പരമ്പരയിലുണ്ടായ ഗുരുക്കന്മാരെല്ലാം പറഞ്ഞിരിക്കുന്ന അനുഭവത്തെ, ആ സത്യത്തെ നിങ്ങൾ ഈ സോളാർ റിയലൈസേഷൻ സ്റ്റേറ്റിലെത്തിയിട്ട് വേണം നിങ്ങൾ മഹാസമാധി എന്ന് പറയുന്ന അതിലേക്ക് അച്ചീവ് ചെയ്തെത്തുവാനായിട്ട്. എല്ലാവരെയും കൊണ്ട് സാധിക്കുന്നതാണ് ആ നിർവ്വാണം എന്ന് പറയുന്ന അവസ്ഥ. അതിന് ധ്യാനം ആദ്യഘട്ടത്തിൽ നമ്മളെ സഹായിക്കുന്നത് ഈ മൈൻഡിലുണ്ടാകുന്ന ഈ ഡിസ്റ്റർബൻസ് ആണ്. ഈ തോട്ട്സിലെല്ലാം നിന്ന് നിങ്ങൾ മാറി പ്രസൻറ്റ് സ്റ്റേറ്റിലെത്തും. ഒരു വ്യക്തി പ്രസൻറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്യൂച്ചറില്ല, ഒരിക്കലും മുക്തിയില്ല, മോശമില്ല, എൻലൈറ്റ്മെൻ്റ് ഇല്ല, ഒന്നുമില്ല. അല്ലെ നിങ്ങളുടെ ഭാവി എങ്ങനെ ആവുമെന്ന് പോലും ചിന്തയില്ല. ഈ നിമിഷത്തെ ഒരു അനുഭൂതിയെ നിങ്ങൾക്കറിയാം. നമ്മളൊരാൾ തേൻ രുചിച്ചിട്ടുണ്ട്, തേൻ്റെ രുചി അറിയാൻ സാധിക്കും. അതേപോലെ ഈ തന്ത്ര പരിശീലിക്കുമ്പം ആദ്യ സ്റ്റേറ്റിൽ നമ്മൾ കുറച്ചെത്തി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു രുചി അറിയും. ആ രുചിയിൽ മാത്രം നിൽക്കുക, പിന്നെ അഭ്യാസം തുടങ്ങുക. അഭ്യസിക്കുമ്പോൾ നിങ്ങൾ ഈ സ്റ്റേറ്റ് എല്ലാം തന്നെ എത്തിച്ചേരും. ഒരിക്കലും എപ്പോഴും യോഗയിൽ പറയും, ലക്ഷ്യം നിർവികൽപ്പ സമാധിയോ എൻലൈറ്റ്മെൻറ്റോ ഒന്നുമാക്കി നിങ്ങൾ വെക്കരുത്. നിങ്ങളുടെ ലക്ഷ്യം ഗുരുവിൻ്റെ മാർഗ്ഗത്തിൽ ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ ആ ടേസ്റ്റിനെ അറിയുക, അല്ലെങ്കിൽ സാധനയെ പരിശീലിപ്പിക്കുന്ന സാധനയിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ആം നംശയ മന്ത്രമാണോ, ശംഭോയാണോ, നാഗരാജാവാണോ, നാഗേക്ഷ്യമ്മയാണോ, ഏതൊരു മന്ത്രമാവട്ടെ അതിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. അതിലെന്ത് ഫലം കിട്ടുമെന്നുള്ളതിലല്ല. അഭ്യാസമാണ് ഫലത്തിലേക്കുള്ള മാർഗം എത്തിക്കുന്നത്. അപ്പം ആ സ്റ്റേറ്റ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റിൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസൻറ്റ് മൂമെൻറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറില്ല, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവില്ല. അത് നിങ്ങളുടെ ഭൗതികമെന്ന് പറയുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. അവിടെ എല്ലാം നിങ്ങൾക്ക് ഗ്രോയിങ്ങേ സംഭവിക്കുള്ളൂ നിങ്ങൾ പ്രസൻറ്റിലായി കഴിഞ്ഞാൽ. ആത്മീയതയിൽ നിങ്ങൾ പ്രസൻറ്റിലായി കഴിഞ്ഞാൽ നിങ്ങളുടെ ജ്ഞാനബോധം വർദ്ധിക്കത്തുള്ളൂ. ആ ധാരണയിലേക്കുള്ള വഴിയാണ് എത്തിച്ചേരുന്നത്. അപ്പം എന്തുകൊണ്ടും നമ്മൾ ആ ഒരു സ്റ്റേറ്റിനെ അച്ചീവ് ചെയ്ത് നമ്മുടെ ജീവനാണ് ഇവിടുത്തെ ആ പരമാനന്ദത്തെ അനുഭവിക്കുന്നത്. ഈ പരമാനന്ദത്തെ നമ്മൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അതിലേക്ക് വീണ്ടും 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 നമ്മൾ ആ ബ്രഹ്മത്തിലേക്ക് എത്തും. ബ്രഹ്മം എവിടെയോ നിൽക്കുന്ന അകലമല്ല, അണ്ഡവും പിണ്ഡവും ഒന്നായിരിക്കുന്നു. ആ ജ്യോതി നമ്മളിൽ ചേർന്നിരിക്കുന്ന ഒന്നാണ്. പക്ഷേ സുഷ്മയിലുള്ള പ്രാണനെ ആ സാസാരയിലേക്ക് എത്തിക്കുമ്പോഴാണ് നമ്മൾ ആ സ്റ്റേറ്റിനെ, ഈ ശരീരത്തിനും മനസ്സിനും അപ്പുറം നമ്മൾ അനുഭവിക്കുന്നത്. ശിവ മീൻസ് ശവ, ശവമായി ശരീരം ഇരുന്നുകൊണ്ട് ആ ബോധമാവുന്ന ഉണർവ് ഈശ്വരനെ അറിയുന്ന കോൺഷ്യസ് സ്റ്റേറ്റ്. ഈശ്വര മീൻസ് ബോധം. ഭാരതീയ ചിന്തയിൽ ഈശ്വരൻ എന്ന് വെച്ചാൽ ബോധത്തെയാണ് അർത്ഥമാക്കുന്നത്. അവബോധത്തെയാണ് ഈശ്വരൻ എന്ന് വിളിച്ചത്. ശിവൻ എന്ന് വെച്ചാൽ ശവമാണ്. ഈ ശരീരവും മനസ്സും ഇല്ലാത്ത അവസ്ഥയിൽ ആ ബോധവുമായി നമ്മൾ ചേരുന്ന ആ സ്റ്റേറ്റിനെ നമ്മൾ ധ്യാനം എന്ന് വിളിച്ചു. ആ ധ്യാനശക്തിയാണ് തന്ത്രസാധന പരിശീലിപ്പിക്കുന്നത്. ബ്രാഹ്മിയിലെ എല്ലാ സാധനകളും തന്ത്രയാണ്, തന്ത്രയോഗയാണ്. ധ്യാനശക്തിയിലേക്ക് അടിസ്ഥാനപ്പെടുത്തുകയും എല്ലാ വ്യക്തികളെയും ഹയർ കോൺഷ്യസ് സ്റ്റേറ്റിലേക്ക്, ആ ഒരു നിർവ്വാണയുടെ ആ ബോധത്തിലേക്ക്, ആ ഒരു അവനവനാകുന്ന എന്താന്നുള്ള ഈശ്വരീയ സാക്ഷാത്കാരത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഈ മണ്ണിൽ ഈ ഒരു പഞ്ചഭൂതങ്ങളുള്ള എല്ലാ മനുഷ്യനും ഈ ഒരു തത്വത്തിലാണ് അടിസ്ഥാനപ്പെടുത്തി പോകുന്നത്. എല്ലാവർക്കുമുണ്ട് ഈ ഹയർ കോൺഷ്യസ് സ്റ്റേറ്റിലുണ്ടാകുന്ന ഈ അവസ്ഥ. ഇതാണ് ഓരോ ജീവൻ്റെ പരമമായിട്ടുള്ള അർത്ഥവും. ധ്യാനത്തിലൂടെ അർത്ഥമാക്കുന്നത് ഈ ഒരു ശക്തിയാണ്.
തന്ത്ര പരിശീലിക്കുന്നതിലൂടെ നമുക്ക് ധ്യാനശക്തി കിട്ടും. നമ്മൾ ആ സ്റ്റേറ്റിൽ ബ്ലിസ് ഓഫ് കോൺഷ്യസ് എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യും. എല്ലാവർക്കും നമസ്കാരം.